അൽ ഫുഹാറ, അൽ ഫുജാറ എന്നും പറയും. സ്പെയിനിലെ ഗ്രനഡയിൽ നിന്നും അല്പം ദൂരെ മാറി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തിലേക്കാണ് 1492 സുൽത്താൻ അബു അബ്ദുള്ളയിൽ നിന്നും അധികാരം ഫെർഡിനാൻഡിൻ്റെയും ഇസബെല്ലയുടെയും കയ്യിലേക്ക് താക്കോൽ മാറുന്നത്. താക്കോൽ മാറിയതിന് ശേഷം അബു അബ്ദുള്ളയും നാട്ടുകാരും ചില കരാറുകൾ ഒപ്പിട്ടതിന് ശേഷം ഈ മലമുകളിൽ വന്ന് താമസിച്ചു. ദീർഘകാലമായ താമസം. പിന്നീട് എന്ത് സംഭവിച്ചു? അത് ചരിത്രത്തിലെ വലിയൊരു കഥയാണ്. ക്രൂരമായ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. അബു അബ്ദുള്ള ഇവിടുന്ന് മൊറോക്കോയിലേക്ക് പോകുന്നു. തുടർന്ന് ഈ കമ്മ്യൂണിറ്റി ശക്തമായ പോരാട്ടം, ഒളിപ്പോരുകൾ നടത്തിക്കൊണ്ട് കുറച്ചു കാലം മുന്നോട്ട് പോകുന്നുണ്ട്. സ്പെയിനിലെ ആദ്യകാല മുസ്ലിം എത്നിക് കമ്മ്യൂണിറ്റി ഇപ്പോഴും താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശത്തിലാണ് നമ്മളുള്ളത്. അൽഫുഹാറയിലെ അൽഫുഹാറ എന്ന സിറ്റിയിൽ നിന്ന് തന്നെ അരമണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഞങ്ങളിവിടെ വെള്ളിയാഴ്ചയാണ് എത്തിയത്. വെള്ളിയാഴ്ച ഇവരുടെ ഈ പ്രദേശത്തുള്ള നാട്ടുകാർ മുഴുവനും എത്തുന്ന ഒരു പള്ളി കൂടിയാണ്. ഈ പള്ളി ചെറിയൊരു പള്ളിയാണ്. ഈ നാട്ടുകാർ മുഴുവൻ എത്തുന്നു, അവരുടെ കച്ചവടങ്ങൾ നടത്തുന്നു, പരസ്പരം പരിചയപ്പെടുന്നു. ഈ പ്രദേശത്തേക്കാണ് ഞങ്ങൾ എത്തിയത്. നമ്മൾ സ്പെയിൻ യാത്ര അന്തുലസ് കവർ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വെള്ളിയാഴ്ച എത്തുക എന്നുള്ളത്. വലിയൊരു അനുഭവമാണ്. കാരണം സ്പെയിനിലെ തന്നെ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അവരെ പരിചയപ്പെട്ടുകൊണ്ട് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു പഴയകാല എത്നിക് കമ്മ്യൂണിറ്റിയുടെ കൂടെ നിൽക്കുക എന്നുള്ളത്